കേരളത്തിൽ കാലവർഷം സജീവമായി പെയ്യുന്നുണ്ട്. മഴയുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കാലവർഷ കണക്കിൽ ഇപ്പോഴും കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കണക്കുകൾ എങ്ങനെയെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ കാലവർഷം, അതായത് ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 12 വരെ പെയ്ത മഴയാണ് 1347.6 മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ ഇതുവരെ കാലവർഷം പെയ്തിരിക്കുന്നത്. അതായത് 11% മഴയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും മഴ പെയ്തിട്ടും 11% മഴയിൽ കുറവാണ് കാലവർഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ മഴ ഏത് ജില്ലയിലാണ് പെയ്തത് എന്ന് നോക്കാം. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത്. 2430 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂർ ജില്ലയിൽ പെയ്തിരിക്കുന്നത്. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 17% അധിക മഴയാണ് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ പെയ്തത്. ഏറ്റവും കുറവ് മഴ എവിടെയാണ് പെയ്തത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ പെയ്തിരിക്കുന്നത്. 1264.1 മില്ലിമീറ്റർ മഴയാണ് ഇടുക്കി ജില്ലയിൽ ഈ കാലയളവിൽ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള കാലയളവിൽ പെയ്തിരിക്കുന്നത്. അതായത് 32% മഴയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് അവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിലൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് വയനാട് ജില്ലയാണ്. അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അതിതീവ്ര മഴ പെയ്തതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം. വയനാട് ജില്ലയിൽ പെയ്തിരിക്കുന്നത് 1447.5 മില്ലിമീറ്റർ മഴയാണ്. അതായത് കാലവർഷത്തിൽ ഇതുവരെ പെയ്ത മഴയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വയനാടും മഴയുടെ തോത് കുറവാണ്. 25% മഴയുടെ കുറവ് കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വയനാട് ജില്ലയിൽ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ജൂലൈ മാസത്തെക്കുറിച്ചാണ്. അതായത് ജൂൺ മാസത്തിൽ പൊതുവെ 4% മഴ കുറവായിരുന്നു കാലവർഷം. ജൂലൈ മാസമായപ്പോൾ അത് കൂടി 760.5 മില്ലിമീറ്റർ മഴ ജൂലൈ മാസത്തിൽ പെയ്തപ്പോൾ ജൂലൈ മാസത്തിൽ അധിക മഴ പെയ്തിരിക്കുന്നത് 16% മഴയാണ് അധികം പെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഇനിയും കനക്കാനാണ് സാധ്യത. ജാഗ്രത തുടരണം.